എന്റെ കസിൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. ഇത് അമ്മിണിക്കുട്ടന്റെ മേക്കപ്പ് ചെയ്യാൻ പോവേണേ. കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങണോ? ഞാനാണ് ഏറ്റവും ടഫസ്റ്റ് പേഴ്സൺ കേട്ടോ കോണ്ടാക്ട് ലെൻസ് ഇടാനായിട്ട്. എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. എനിക്ക് പാലിട്ട് കണ്ണെഴുതണം. ഇതെന്റെ കല്യാണത്തിന്റെ കമ്മലാണ് കേട്ടോ. പല്ല് രണ്ടും പോയെങ്കിലും ഗ്ലാമറിന് ഒരു കുറവില്ലല്ലേ. പക്ഷെ ഒരു 100 പേരെ എനിക്ക് മേക്കപ്പ് ചെയ്യണം. അവസാനം ഞാൻ വട്ടിളകിയാണ് ഓടുന്നത്. അമ്മ നല്ല ശാലീന സുന്ദരിയായിട്ടും അമ്മണി ഭയങ്കര സ്റ്റൈലിഷ് പെണ്ണായിട്ടുമാണ് നിൽക്കുന്നത്. ഇവിടെ ഒരുത്തി പിണങ്ങിയിരിക്കുന്ന കിമ്മണി ഡി അമ്മിണി. നമ്മൾ ഒത്തിരി ബ്രൈഡ്സിന്റെ വീഡിയോ കാണിക്കില്ലേ, പക്ഷെ ഇതിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിലെ തന്നെ കുട്ടിയാണ്. എൻ്റെ കസിൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് വരാൻ പോകുന്ന ആളാണ്. അപ്പോൾ വെൽക്കം ചെയ്യുന്നത് തന്നെ ഞങ്ങളാണ്. ആൻഡ് സോ ഹാപ്പി. ഐ എം ഗായത്രി നായർ, അമ്മ അംബിക രമേശ് കൂടെ ഉണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു മൈ കസിൻസ് മേക്ക് ഓവർ വീഡിയോ. മേക്ക് ഓവർ മാത്രമല്ല, എല്ലാ വിശേഷങ്ങളും കൂടെ കാണാം. റോഷ്നിയുടെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള കണ്ണാണ് കേട്ടോ. അപ്പൊ നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അമ്മിണിയുടെ പൊട്ടടിച്ചു മാറ്റി നീത് വെച്ചാകാം ഒരു പരിപാടി. നമ്മൾ നല്ല ട്രഡീഷണൽ സ്റ്റൈലിൽ നീളത്തിന് മുടി പിന്നിയിട്ടിട്ട് അങ്ങനെയാണ് ഹെയർ ബാക്ക് സൈഡിൽ ചെയ്യുന്നത്. ഫ്രണ്ട് സൈഡിൽ സസ്പെൻസ്. ഗൗതം വരും. എല്ലാവരും ഉറക്കം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് താലികെട്ട്. അത് കഴിഞ്ഞിട്ട് കല്യാണം നടക്കുന്ന ട്രിവാൻഡ്രത്തുള്ള വൈകുണ്ഠം കല്യാണ മണ്ഡപത്തിൽ വെച്ചാണ് ഇവരുടെ രണ്ടുപേരുടെയും കല്യാണം നടക്കുന്നത്. നെറ്റിച്ചുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏത് നെറ്റിച്ചുട്ടി വെച്ചാലും ആൾക്ക് ചേരും. അപ്പം ഞങ്ങളെ ആക്ച്വലി കൺഫ്യൂസിങ് ആയിരുന്നു. അവസാനം പിന്നെ ഇതങ്ങ് തീരുമാനിച്ചു. ലേഡീസ് ആരും ഇന്ന് ഇവിടെ ഒരുങ്ങാനില്ലേ. കാര്യം ലേഡീസ് എല്ലാവരും ഭയങ്കര തിരക്ക്. എല്ലാവരും കൂടെ ഇവിടെ വന്ന് ഞങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് നമ്മള് ജെൻസിനെ മാത്രമേ ഇന്ന് കേട്ടിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു ആക്സസറി ഒക്കെ ഹെയറിൽ വെച്ചിട്ട് ബാക്കിൽ ഇങ്ങനെ ഒരു ഡെക്കർ കൊടുക്കാൻ പോവും. അതെ ഇങ്ങനെ. അപ്പോൾ ഒരു ഗോഡി ലുക്ക് വരും. അതിൽ ഫുൾ മഹാലക്ഷ്മിയുടെ എൻഗ്രേവിങ്സ് ഒക്കെ ഉള്ള നല്ല അടിപൊളി ഹെയർ ഡെക്കർ. അങ്ങനെ കല്യാണ കൊച്ച് റെഡി. ഇനി കല്യാണ ചെറുക്കിനെ കാണാം. ബാക്കി വിശേഷങ്ങളിലേക്ക് പോവാം. ഇത് അമ്മിണിക്കുട്ടന്റെ മേക്കപ്പ് ചെയ്യാൻ പോവേണേ. അമ്മിണിയോട് തന്നെ ചോദിക്കാം നമുക്ക് ഏത് ടൈപ്പ് മേക്കപ്പ് വേണം, എന്ത് വേണം, നമുക്ക് എങ്ങനെ ഇരിക്കണം, നമുക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ. ലിപ്സ്റ്റിക്ക് എന്ത് കളർ വേണം? ഡാർക്ക് ഷെയ്ഡ്. പിന്നെ ബ്ലഷ് വേണോ? പിന്നെ കണ്ണ് എഴുതണോ? ഓക്കെ. അപ്പൊ എന്തൊക്കെ വേണം? എല്ലാം വേണം. അപ്പൊ ഒന്നും വേണ്ടാത്തതില്ല കേട്ടോ. കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങണോ? എനിക്ക് തോന്നുന്നു ഞാനാണ് ഏറ്റവും ടഫസ്റ്റ് പേഴ്സൺ കേട്ടോ കോണ്ടാക്ട് ലെൻസ് ഇടാനായിട്ട്. ഞാൻ ചുമ്മാ പറയുന്നില്ല, ഇപ്പൊ കാണാം. ഞാൻ ഇഷ്ടം പോലെ പിള്ളേർക്ക് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവക്ക് വയ്ക്കുന്നെന്ന് പറയുമ്പോൾ എനിക്ക് വയ്യ. ഇതാ തുടങ്ങി പിരികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു പിള്ളേരെ വയ്ക്കാൻ പോലും ഒരു കൂട്ടാക്കില്ല. എനിക്ക് ഒട്ടും പറ്റില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ശരിയാവും.
അമ്മ എനിക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളേ, എന്നറിയാം, ഈ ഐബ്രോ നീളം കൂട്ടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, എനിക്ക് അറ്റം മാത്രം തിക്കാക്കിയാൽ മതി, എനിക്ക് അതാണ് ഇഷ്ടം. ഓക്കെ, ശരി. എനിക്ക് വാലിട്ട് കണ്ണെഴുതണം. കൊള്ളാമോടാ? ഇതെന്റെ കല്യാണത്തിന്റെ കമ്മലാണ് കേട്ടോ. അമ്മ എവിടെ നോക്കിയോ ഇങ്ങനെ പറഞ്ഞ് ചെയ്യിച്ചെടുത്തതാണ് ഈ ഒരു പാറ്റേൺ. അധികം കണ്ടിട്ടില്ലാത്തൊരു പാറ്റേൺ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അമ്മയുടെ അങ്ങ് സന്തോഷത്തിലാണല്ലോ. പല രണ്ടും പോയെങ്കിലും ഗ്ലാമറിന് ഒരു കുറവില്ലല്ലേ? പക്ഷെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വന്നാൽ ഒരു 100 പേരെ എനിക്ക് മേക്കപ്പ് ചെയ്യണം. അവസാനം ഞാൻ മട്ടിളകിയാണ് ഓടുന്നത്. കുളിച്ചിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. ആദീസ് ഡ്രസ് ഡിസൈൻഡ് ബൈ അറ്റയർ ബൈ ചാംസ്. ഗൗതമിന്റെ ഡ്രസ്സും അറ്റയർ ബൈ ചാംസ് ഡിസൈൻ ചെയ്ത്. ഞാൻ എന്നൊരു എന്താ പറയാ, സാരിയെ വെട്ടി തയ്ച്ച് ഹാഫ് സാരി ആക്കിയതാണ്. അങ്ങനെ റെഡിയായി. സെക്കൻഡ് സ്റ്റഡ് ഒക്കെ കുത്തി എവിടെ നോക്കട്ടെ അമ്മനി. ഒരു ഹൈ പോണി കെട്ടി, കുഞ്ഞു മുടി ഇളകി വരാതിരിക്കാൻ താഴെ ക്ലിപ്പൊക്കെ വെച്ച്, ഒരു ഡിയോറിന്റെ ഒരു നെക്ക് പീസ് ഒക്കെ ഇട്ട്, അബവ് ഉള്ള സ്റ്റോക്കിൻസ് ഒക്കെ ഇട്ട് അമ്മണി ഈസ് റെഡി. അമ്മ നല്ല ശാലീന സുന്ദരിയായിട്ടും അമ്മണി ഭയങ്കര സ്റ്റൈലിഷ് പെണ്ണായിട്ടുമാണ് നിൽക്കുന്നത്. യെസ്, അമ്മണി സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുകയാണ്. ഒരു ബൈ ബൈ അമ്മ. ഞാൻ ഇവിടെ ഒരുത്തി പിണങ്ങിയിരിക്കുന്ന കിമ്മണി. ഡി അമ്മിനി,